മാനസികമായും ശാരീരികവുമായൊക്കെ ഭയങ്കര വേദനയാണ് ഉസ്താദേ. സഹിക്കാൻ പറ്റാത്ത വേദനകളാണ്. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഡോക്ടേഴ്സിനെ കാണും, സൈക്കോളജിസ്റ്റിനെ കാണും, ഒന്നും വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ ഖുർആനികമായൊരു വല്ലാത്ത അത്ഭുതം നിറഞ്ഞൊരു മരുന്നുണ്ട്. മാനസിക വേദനയാകട്ടെ, മനോവേദന ഉണ്ടാവും പല ആളുകൾക്കും അല്ലേ, മനസ്സിൻ്റെ വേദനയാകട്ടെ, ശരീരത്തിൻ്റെ വേദനയാകട്ടെ, എല്ലാ വേദനയും ഞൊടിയിടകൾ കൊണ്ട് നീക്കിത്തരുന്ന അത്ഭുതം നിറഞ്ഞ മനോഹരമായ ഒരു ദിക്റുണ്ട്, ഒരു ദുആയുണ്ട് ഖുർആനിൽ. അത്ഭുതമാണ് ആ ദുആ. അതുപോലൊരു പ്രാർത്ഥന വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അത്ര പെട്ടെന്നാണ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുക. ഏതാണ് ആ പ്രാർത്ഥന എന്ന് പഠിക്കണ്ടേ. ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ശാരീരികമായ വേദനകൾ, കൈവേദന, കാലുവേദന, നടുവേദന, ഇല്ലേ, നട്ടലിന് പ്രയാസം, നടക്കാൻ പറ്റണില്ല, കാൽമുട്ട് വേദന, തലവേദന, മൈഗ്രെയിൻ, സൈനസ് തുടങ്ങി ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ വല്ലാത്തൊരാശ്വാസം പകരുന്ന അത്ഭുതം നിറഞ്ഞൊരു ദിക്റാണ്, ഖുർആനീകമായൊരു മരുന്നാണ്, ഖുർആനീക ഒറ്റമൂലി തന്നെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്തൊരു ആനന്ദമാണ് പലപ്പോഴേ. സ്വബാഹുൽ ഖൈറിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? എത്രയോ സന്തോഷങ്ങളാണ് പല കമൻറ്റുകളിലൂടെ കാണുന്നത്. ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ. സ്വബാഹുൽ ഖൈർ ഇല്ലാതെ ഉസ്താദെ ഒരൊറ്റ ദിവസം പോലും മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, അത്രത്തോളം ഞങ്ങൾ സ്വബാഹുൽ ഖൈറുമായിട്ട് ബന്ധപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരനെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെയും കർണാടകയിൽ വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഉസ്താദെ ഞങ്ങളെല്ലാവരും സ്വബാഹുൽ ഖൈറിന് അഡിക്റ്റഡാണ്. കാരണം സ്വബാഹുൽ ഖൈർ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കാൻ തുടങ്ങിയ ശേഷം ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ വരെ തീർന്നു. മുമ്പ് ഞങ്ങൾ എന്നും അടിയാണ്, ഇപ്പം അടിയില്ല, ഇപ്പം സ്നേഹം മാത്രമേ ഉള്ളൂ. കൊച്ചു പിണക്കങ്ങൾ ഉണ്ടായാൽ പോലും വളരെ പെട്ടെന്ന് ഞങ്ങൾ ഇണങ്ങുന്നുണ്ട്. ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ അനുസരിക്കുന്നുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാലും അതിനെ സന്തോഷത്തോടെ എതിരേൽക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ കാരണം സ്വബാഹുൽ ഖൈറാണ് ഉസ്താദെ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ അത്ര വലിയ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ഏത് അള്ളാഹുവിനെ ഹംദ് പറയാന്ന് പറയണത് അല്ലേ? മനസ്സറിഞ്ഞൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടാ, ലോകത്ത് ഏറ്റവും നല്ല മരുന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് ടെൻഷനാണോ, ശരീരത്തിന് വേദനയാണോ, എന്തോ ആയിക്കോട്ടെ, മാനസികമായ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു ഖുർആനിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരുന്ന ഒറ്റ മരുന്നുള്ളൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല അറിയണം, ചെവി തുറന്ന് കേൾക്കണം. വെറുതെ ചെവി മാത്രം പോരാ, കൽബ് തുറന്നിട്ട് ഉള്ളിലേക്ക് കയറ്റണം. ബിദിക്രില്ല, പടച്ചോൻ്റെ ദിക്ർ കൊണ്ടേ സമാധാനം കിട്ടുള്ളൂ. അപ്പം ടെൻഷനാണ്, മനസ്സിന് ഭയങ്കര വേദനയാണ്, ഞാൻ ആകെ ഡിപ്രസ്ഡാണ്, ടെൻസ്ഡാണ്, ഒരുപാട് സ്റ്റേജുകളിലൂടെ കടന്നു പോവാണ്, എന്ത് പ്രശ്നമായിക്കോട്ടെ, അല്ല ബിദിക്രില്ല, ദിക്റുള്ള കയ്യിലുണ്ടോ? ദിക്റുള്ള കൈ, പിന്നെ ഞങ്ങളുടെ കയ്യിൽ ദിക്റുള്ള ഉണ്ട്, ഞങ്ങൾ 70,000 വേന്ന് പോകുമ്മമാരെ, അത് വെറുതെ 70,000 ചൊല്ലിയത് കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. അല ബിദിക്രില്ല, അള്ളാൻ്റെ യഥാർത്ഥ ദിക്റുണ്ടാകണം. 70,000 ചൊല്ലുന്നുണ്ടെങ്കിൽ ആ 70,000 അള്ളാൻ്റെ ദിക്റാകണം. ഇത് മനസ്സിൽ പടച്ചോനില്ല, വെറുതെ അതിലെന്താ ആനന്ദം കിട്ടുക? ഒന്നും കിട്ടൂല ഇല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കെട്ടിയോൻ നിങ്ങളോട് പറയും, മുത്തേ എന്ത് രസോടി നിന്നെ കാണാൻ, നീ എൻ്റെ ജീവനല്ലടി ചക്കരേ. എനിക്കിടയ്ക്ക് തൃശ്ശൂർ സ്ലാങ് കയറി വരുന്നുണ്ടെന്ന് ചില ആളുകൾ പറഞ്ഞായിരുന്നു. ഞാൻ തൃശ്ശൂരുകാരനല്ല കേട്ടോ, എൻ്റെ നാട് എറണാകുളമാണേ, ഇരിക്കട്ടെ. അപ്പോൾ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു തൃശ്ശൂർ സ്ലാങ് എവിടെയൊക്കെയോ വരുന്നുണ്ട്. തൃശ്ശൂർ മാത്രമല്ല, മലപ്പുറം, തമിഴ്നാടും ഒക്കെ കയറി വരുന്നുണ്ട്. എൻ്റെ നാട് എറണാകുളമാണ്, ജോലി പല സ്ഥലത്തായിട്ടാണെന്നേ ഉള്ളൂ. കോളേജ് അധ്യാപനം അതുപോലെ തന്നെ കൗൺസിലിംഗ് ഏരിയ ഒക്കെ തമിഴ്നാട് ബേസ്ഡാണ്. മഹല്ലിൽ വെള്ളിയാഴ്ച ജുമാക്ക് എത്തുന്നത് എറണാകുളത്താണ്. അങ്ങനെ എല്ലായിടത്തുമായിട്ട് ഓട്ടാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ, നിങ്ങളൊക്കെ ദ്വാരക്കണം. അപ്പോൾ ഭാര്യയെ നോക്കിയിട്ട് ഭർത്താവ് പറയാണ്, എന്ത് രസമാണ് എൻ്റെ മുത്തിനെ കാണാനായിട്ട്, ഇത് ഗ്ലാമറാണ്,
കണ്ടിരിക്കാൻ കൊതിയാവാൻ എന്നൊക്കെ പറയണ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കിയത് പറയുമ്പോഴും ഭർത്താവിൻ്റെ ഉള്ളിൽ വേറെ പെണ്ണാണെങ്കിൽ ഭർത്താവ് ഈ പറയുന്നത് കൊണ്ട് വല്ല ആനന്ദം അവന് കിട്ടുമോ? ഈ പണ്ടാരം പിടിക്കാനായിട്ട് മനസ്സിൽ ഇവളാണെങ്കിൽ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പിന്നെ ആ ചൈത്താനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയലോഗ് അടിക്കണത്. കൽബിൽ സമാധാനം കിട്ടൂല. എന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപാട് ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. കൽബിൽ പൈസയാണ്, മക്കളുടെ കാര്യമാണ്, ടെൻഷനാണ്, മറ്റു പല വിശേഷങ്ങളാണ്. ഇനി കല്യാണത്തിന് അടുത്ത ആഴ്ച കല്യാണവും ഡ്രസ്സ് എടുത്തിട്ടില്ല. ഈ ജാതി ചിന്തകൾ കൽബിൽ വെച്ചിട്ട് നിങ്ങൾ എന്തോരം ദിക്റില്ലാലും കൽബിൽ അള്ളയില്ല. അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവൻ അള്ളയാകണം, എന്നാലേ സമാധാനം കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഏറ്റവും മനോഹരമായ റെമഡി പറഞ്ഞു തരുന്നത് ദിക്റുള്ളയാണ്. ഏത് ദിക്റാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഉറപ്പുണ്ടാകണം. ഏത് ദിക്ർ ചൊല്ലുമ്പോഴും ഇനിയിപ്പോൾ ഏതായാലും ഉസ്താദ് പറഞ്ഞില്ലേ ഒന്ന് ചെയ്തു നോക്കാം, അങ്ങനെ പോരാ. ഉറപ്പുണ്ടെങ്കിലേ ഫലം ചെയ്യുള്ളൂ. ഉറപ്പുള്ളതിനെ ഫലം ചെയ്യുള്ളൂ. ചൊല്ലി നോക്കട്ടെ, എന്തോരം ചൊല്ലി മൊയ്ലിയാക്കന്മാർ ഓരോന്ന് പറയും, ഞങ്ങളിങ്ങനെ ഓരോന്ന് ചൊല്ലും. എന്തോരം ചൊല്ലി ഇടങ്ങേറായി മനുഷ്യൻ. നീ ചൊല്ലണ്ട മോളെ, നീ അവിടെ ഇരുന്നോ, എന്നെ കൊണ്ട് പറ്റൂലടി, എന്തിനു പണിക്കണേ. ഉറച്ച ബോധ്യത്തോടെ പണ്ട് ഒരു വല്യുപ്പ ഒരു നിസ്കാരത്തിന് പുറപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് നേതാക്കന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ പണ്ടൊരു മഴ തേടിയുള്ള നിസ്കാരം നടന്നു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭയങ്കര മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി. അത്ഭുതമായിരുന്നു. അപ്പോൾ ഒരു വല്ലുപ്പ കുടയും ചൂടിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പുറത്തോട്ട് വേണം. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അല്ല വല്ലുപ്പ നിങ്ങൾ കുടയൊക്കെ ആയിട്ടാണോ പോകുന്നത്? എടാ മോനെ, ഞാൻ അള്ളാനോട്, എൻ്റെ പടച്ചോനോടാണ് മഴ ചോദിക്കാൻ വന്നത്. എൻ്റെ പടച്ചോൻ തരുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്, നിങ്ങൾക്കില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനടാ? എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ കുടയും കൊണ്ടുവന്നു. ഇതാണ് ഉറപ്പ്, ഇതാണ് ബോധ്യം. എൻ്റെ റബ്ബെന്നെ കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യം. ശൈത്താൻ നമ്മളെ വല്ലാണ്ട് ഇടങ്ങേറാക്കും. ഇനി ദിക്റും ചൊല്ലി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ, വേറെ പണിക്കുമ്പോൾ അങ്ങനെ ദിക്റുകൊണ്ടൊന്നും ശൈത്താൻ ഇങ്ങനെ ഇടങ്ങേറാക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇഹ്യാഉൽ ഉലുമിലൊക്കെ കാണാം, ഒരാൾ ദിക്റുള്ള കയ്യിലുണ്ടെങ്കിൽ മതി, അവൻ രക്ഷപ്പെട്ടു എന്ന് മഹാനായ ഇമാം അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. അപ്പം ഞാൻ നിങ്ങൾക്ക് മാനസികമായ ടെൻഷൻ മാറാൻ, ശാരീരികമായ വേദനകൾ മാറാനൊക്കെ പറ്റിയൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നിങ്ങൾക്കിത് മതി എന്നാണ്, നിങ്ങൾക്കിത് മതി. ദിക്ർ ഏതാന്നൊക്കെ നമുക്കറിയാം, ഇതായിരുന്നാന്ന് ചിന്തിക്കേണ്ട. ഓരോ ദിക്റിൻ്റെയും ഫലങ്ങൾ വ്യത്യസ്ത ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് ഖൽബിൽ നിന്ന് വരണം. വെറുതെ കുറേ വായിന്ന് ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണ്. ഡെയിലി ഒരു 40 തവണ നിങ്ങൾ ചൊല്ലി നോക്കിയേ, അള്ളാഹ്ക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹം കൂടും അല്ലേ? ഇപ്പോൾ ഭാര്യ ഒന്ന് ഭർത്താവിനോട് എപ്പോഴും എന്ത് രസമൊക്കെ ആക്കാനെ കാണാൻ, മനസ്സിൽ തട്ടിയിട്ട്, വെറുതെ സോപ്പിടാനല്ല, മനസ്സിൽ തട്ടിയിട്ടൊന്ന് സ്നേഹം പ്രകടിപ്പിച്ചു നോക്കിയേ. എൻ്റെ ഇക്കാക്കനോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ, ഇക്കാക്ക ഞാനൊരു പൊട്ടിപ്പെണ്ണാണ്, എനിക്ക് എൻ്റെ ഇക്കാക്ക മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചോ അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നൊന്നുമല്ല അവിടെ പറയണത്. ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചോനെ നീ അല്ലാണ്ട് എനിക്ക് ആരുമില്ല, നീ അല്ലാണ്ട് ആരാധനക്ക് അർഹനില്ല. അടുത്തുള്ള റബ്ബിനോട് സംസാരിക്കണം. നീ 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 കണ്ട ആ ഒരു മുനാജാത്ത് നിങ്ങൾ നോക്ക്. കെട്ടിയോൾ വന്നിട്ട് പറയാം, എൻ്റെ ഇക്കാക്കല്ലാതെ എനിക്ക് ആരുമില്ല കേട്ടാ. കെട്ടിയോൻ്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ ഭർത്താവല്ലാതെ എനിക്ക് ആരുമില്ല, എന്ത് കാര്യം ഉണ്ടായില്ലേ? ഒന്നുമില്ല, എൻ്റെ ഇക്കാക്കല്ലാണ്ട് എനിക്ക് ആരുമില്ല കേട്ടാ. എൻ്റെ ഇക്കാക്കാനോട് ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇക്കാക്കല്ലാണ്ട് ആരെ പുറത്ത് തന്നെ. ഇത് ഡെയിലി പോയി കെട്ടിയോനോട് പറഞ്ഞു നോക്കിയേ. ഈ കെട്ടിയോൻ ഇങ്ങനെ കൊണ്ടു നടക്കും നിങ്ങളെ. എടാ അള്ളാഹിനോട് പറയാം, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ എനിക്ക് ആരുമില്ല കേട്ടോ പടച്ചോനെ, സുബ്ഹാനക, നീയല്ലേ പരിശുദ്ധൻ, എനിക്കൊരു പരിശുദ്ധി ഇല്ല കേട്ടാ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് പടച്ചോനെ. ഞാൻ എന്തോരം തെറ്റ് ചെയ്തേക്കണേ. എപ്പോഴും നിൻ്റെ ദിക്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എൻ്റെ കൽബിൽ നിൻ്റെ ദിക്ർ ഉണ്ടായിട്ടില്ല അല്ലാ. നീ പുറത്ത് തന്നെ കേട്ടോ, നീ പുറത്ത് തന്നെ കേട്ടോ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ പിന്നെ നിന്നോടല്ലാണ്ട് ആരോട് പറയാനാണ്? ഈ ബോധ്യത്തിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് ചൊല്ലിയതുകൊണ്ടാണ് യൂനുസ് നബി അല്ലാഹു 2 ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്ന്, ഒന്ന് കടലിൻ്റെ ഇരുട്ട്, മറ്റൊന്ന് മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ അകത്തെ ഇരുട്ട്, ഈ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ ദിക്ർ കാരണമാണ്. ഇല്ലെങ്കിലോ ഖിയാമത്ത് വരെ യൂനുസ് അവിടെ കിടന്നേനെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. യൂനുസ് നബി അവിടെ കിടന്നേനെ ഖിയാമത്ത് നാൾ വരെ. അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിക്റാണിത് എന്ന് പറയുമ്പോൾ നമ്മളേതായാലും അങ്ങനത്തെ മത്സ്യത്തിൻ്റെ വയറ്റിലൊന്നും അല്ലല്ലോ കിടക്കണത്. അത്ര വലിയ ടെൻഷനൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് അള്ളാഹു നമ്മെ കൈപിടിക്കും എന്നാണ്. ഇനി രോഗം ബാധിച്ച ആളുകൾ കേട്ടോട്ടോ, മാനസികമാകട്ടെ ശാരീരികമാകട്ടെ, ഒരു 40 തവണങ്ങൾ മനസ്സറിഞ്ഞ് ഡെയിലി ചൊല്ലിക്കോ. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന മഹാഭാഗ്യം, നിങ്ങളുടെ രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. ഹൈറാണെങ്കിൽ
ഷർറാണെങ്കിൽ മരണം അള്ളാഹു എളുപ്പാക്കി തരും, കിടന്ന് നരകിപ്പിക്കൂല. ഹൈറാണെങ്കിൽ രോഗം ശിഫയാക്കും. മാത്രമല്ല നിങ്ങളുടെ മുഴുവൻ പാപവും, ചെറുപാപങ്ങൾ മുഴുവൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിടുന്നത് പോലെ അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശാരീരികമാകട്ടെ മനസ്സിൻ്റെതാകട്ടെ എല്ലാ രോഗവും മാറാൻ ഇത് മതി. ഇപ്പോൾ എന്തോരം ടെൻഷൻ നമുക്കില്ലേ, മനസ്സിൻ്റെ വേദന, കടം വലിയൊരു വിഷയം തന്നെയാണ് അല്ലേ. മക്കളുടെ വിഷയം, മക്കളുടെ സ്വഭാവം, മക്കളെക്കുറിച്ച് പറഞ്ഞ മാതാപിതാക്കളുടെ സങ്കടങ്ങൾ കേൾക്കാൻ വയ്യ, അത്ര കഷ്ടപ്പാടാണ് അവരുടെ സങ്കടങ്ങൾ കേട്ടാൽ. അള്ളാഹു എല്ലാവർക്കും ഹൈറായ മക്കളുടെ നന്മ കാണാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. നല്ലൊരു ഉമ്മ എന്നോട് നേരിട്ട് പറഞ്ഞത്, ഉസ്താദേ ഇനി എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ പ്രതീക്ഷ കൈവിടല്ലേ. കടലിൻ്റെ നടുക്ക് വീണ രക്ഷപ്പെടുന്ന വല്ല പ്രതീക്ഷ ഉണ്ടാവോ? ഇല്ല. ഒരു മീൻ വിഴുങ്ങുക കൂടെ ചെയ്താലോ വല്ല പ്രതീക്ഷക്കും സ്കോപ്പ് ഉണ്ടോ? എടാ, പ്രതീക്ഷ ഇല്ലാത്തടത്ത് നിന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നവനാണ് നമ്മുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാണ്ട് എനിക്ക് ആരാണ് ഉറച്ചോനെ? സുബ്ഹാനക്, നീയാണ് പരിശുദ്ധൻ, എന്നെ കൊണ്ടൊന്നും പറ്റൂല. അതാണ് നമ്മുടെ ബോധ്യം, അതാണ് വരേണ്ടത്. ആ ബോധ്യത്തിലല്ലാണ്ട് നിങ്ങൾ ഏത് മൊയ്ലിയാർ പറഞ്ഞാൽ ഏത് ദിക്റിയിലിട്ട് ഒരു കാര്യമില്ല. ഏത് തങ്ങൾ പറഞ്ഞാലും ശരി, ഈ ഗുണത്തിൽ ചൊല്ലണം. മനസ്സറിഞ്ഞ് ചൊല്ലണം കേട്ടോ, മനസ്സിലായോ? അതായത് സുബ്ഹാനക, പരിശുദ്ധൻ നീയാണ്. എൻ്റെ മക്കളെ എന്നെ കൊണ്ട് നന്നാക്കാൻ പറ്റൂല, എന്നെക്കൊണ്ട് പറ്റൂല എൻ്റെ മക്കളെ നന്നാക്കാൻ. ഇതാണ് അടിസ്ഥാനം. ഞാൻ എന്തൊക്കെ ചെയ്താലും, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചാലും, എന്ത് കോഴ്സിന് ചേർത്താലും, അത് ചെയ്താൽ ഇത് എന്നെക്കൊണ്ട് പറ്റൂല റബ്ബേ. സുബ്ഹാനക, നീയാണ് പരിശുദ്ധൻ, നീയുള്ളൂ നന്നാക്കാൻ. കടം വീട്ടാൻ എന്നെക്കൊണ്ട് പറ്റൂല, നീയാണ് പരിശുദ്ധൻ. രോഗം മാറ്റാൻ എന്നെക്കൊണ്ട് പറ്റൂല, നീയാണ് ഷാഫി. വീടുണ്ടാക്കാൻ പടച്ചോൻ എന്നെക്കൊണ്ട് പറ്റൂല, കഴിവില്ല അല്ലാ, നീയേ ഉള്ളൂ. ഇന്നീ കുൻതു മിനൽ ളാലിമീൻ, ഞാൻ തെറ്റ് ചെയ്തവനാണ്, ഞാൻ അക്രമികളിൽ പെട്ടവനാണ്. ഈ ബോധ്യത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കൂ. ഡെയിലി ഒരു 40 എണ്ണം, അതിൻ്റെ അതതാണ്. ഡെയിലി ചൊല്ലി നോക്ക്, നിങ്ങൾ പിന്നെ വേദന കൊണ്ട് കരയേണ്ടി വരില്ല. ഇപ്പോൾ ദിക്റുള്ളയാണെന്നുള്ള ബോധ്യം, ഇപ്പോൾ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നില്ലേ, നമ്മുടെ ബോധ്യമാണ്. ഉറച്ച ബോധ്യത്തിൽ ചൊല്ലണം. ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നിങ്ങളുടെ വലത്തേ കൈ അവിടെ വെക്കുക. ഇനിയിപ്പോൾ വലത്തേ കൈയിലാണ് വേദനയെങ്കിൽ ഇടത്തേക്ക് വെച്ചാലും മതി. കൈ അവിടെ വെച്ചിട്ട് 3 തവണ, ഇല്ലേ, ഇവിടെയാണ് വേദനയെങ്കിൽ കൈ വെച്ചിട്ട് 3 തവണ ബിസ്മില്ലാ 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 3 തവണ പറയാം. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വേണം പറയാൻ, അല്ലേ? ഏതോ ഒരു അള്ളാഹിനെ കുറിച്ചല്ല, എൻ്റെ കൂടെയുള്ള റബ്ബ്, ആ റബ്ബ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ. എന്നിട്ട് ചൊല്ലേണ്ട ദുആ എന്താ? അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. ഇത് 7 തവണ ചൊല്ലുക. ബിസ്മില്ല 3 തവണ, ഈ അഊദ് ഉൾപ്പെടെയുള്ള ഈ ദുആ 7 തവണ കൈ വെച്ചിട്ട് തന്നെ ചൊല്ലുക. നിങ്ങൾക്ക് ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ, റബ്ബ് കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വേദന ഉടൻ മാറുമെന്ന് പഠിപ്പിക്കുന്നതാരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നടുവേദന, ശാരീരികമായ വേദന, തലവേദന തുടങ്ങിയ കഷ്ടപ്പാടുള്ള ആളുകളൊക്കെ തലവേദനയുടെ തലയിൽ കൈവെക്കുക. ബിസ്മില്ലാ 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 അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. കണ്ടോ? 7 തവണ അങ്ങനെ ചൊല്ലുക. അള്ളാഹു വേദന മാറ്റിത്തരും, എൻ്റെ റബ്ബ് ഉറപ്പായി എനിക്ക് മാറ്റിത്തരും, ആ ബോധ്യത്തിൽ ചൊല്ലണം. അതുപോലെ തന്നെ സുബ്ഹ് നിസ്കരിക്കുന്നവരാണ് എല്ലാവരും, അല്ലേ? സുബ്ഹി വാങ്ക് വിളിച്ചു. സുബ്ഹിയുടെ മുൻസുന്നത്തുണ്ട് 2 റക്അത്ത്. ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്ത് ഓതുക, രണ്ടാമത്തേതിൽ അലം തറ കൈഫ സൂറത്ത് ഓതുക. അന്നത്തെ ദിവസം വേദനകൾ ഉണ്ടാവില്ല. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ ഇഖ്ലാസ് ഇല്ലാതെ വെറുതെ ഒന്ന് കാണിച്ചു നോക്കാം. അല്ല, അള്ളാഹ് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഗുണം കിട്ടുള്ളൂ എന്നാണ്. ഇനി ഏതെങ്കിലുമൊക്കെ ഒരു പ്രയാസത്തിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണെങ്കിൽ വുളു എടുക്കുക. വുളു എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വൃത്തിയാവുക. എന്നിട്ട് നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് വന്നിരുന്ന് മനസ്സിൽ അള്ളാഹ് മാത്രം വരിക, അള്ളാഹ് മാത്രം. എന്നിട്ട് കണ്ണൊക്കെ അടച്ച്, പറ്റുകയാണെങ്കിൽ കണ്ണടക്കുക, കൈയൊന്ന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുക. ആ ഹൃദയത്തിൻ്റെ ഇടിപ്പിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അല്ലാ എന്നുള്ള ഇടിപ്പ് ആസ്വദിച്ച് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഒരു 100 തവണ ചൊല്ലുക. എന്നിട്ട് അള്ളാഹിനോട് പറയാം, പടച്ചോനെ, ഈ പ്രയാസം താങ്ങാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് നിനക്കറിയാമല്ലോ അല്ലാ. നിനക്കറിയാൻ പാടില്ല റബ്ബേ, നീ അല്ലാണ്ട് ആരാ ഇത് മാറ്റിത്തരാൻ? നീ മാറ്റിത്തരണോട്ടോ പടച്ചോനെ, എനിക്കൊരു കഴിവില്ല കേട്ടോ, കഴിവ് മുഴുവൻ നിനക്ക് മാത്രമാണ് കേട്ടോ, എന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂല കേട്ടോ അല്ലാ. ഈ ബോധ്യത്തിൽ നിങ്ങൾ ചൊല്ലി നോക്ക്, അള്ളാഹു അതൊക്കെ മാറ്റിത്തരുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കാൻ. പിന്നെ ഈ ദിക്ർ ധാരാളം ചൊല്ലി അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടും. അപ്പം അള്ളാഹ് അല്ലാതെ നമ്മൾ സ്നേഹിക്കണില്ലുണ്ട്. അള്ളാഹ് അവൻ്റെ പടപ്പുകൾ മുഴുവൻ സ്നേഹിക്കുന്നുണ്ട്, യുക്തിവാദിയെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാ കള്ളന്മാരെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ സ്നേഹം പോരല്ലോ. ചില മാതാപിതാക്കൾക്ക് ചില മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതെ, ആ മക്കളുടെ ഗുണം അങ്ങനെയാണ്. നമ്മൾ അള്ളാഹിൻ്റെ മുഖറബുകളാകണ്ടേ, അതിന് ഈ ദിക്കറുകൾ ധാരാളം ചൊല്ലണമെന്ന് അള്ളാഹിൻ്റെ ഹബീബ് ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹ് എവിടെയെങ്കിലുള്ള അള്ളാഹിനെയല്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണോട്ടോ നബിയെ,
ഞാൻ അടുത്തുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ അടുത്തുണ്ട്, എൻ്റെ ഉമ്മ അടുത്തുണ്ട്, മുത്തുനബിയൊക്കെ അടുത്തുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അടുത്ത് ആരുണ്ട്? അള്ളയുണ്ട്. അപ്പോൾ നമുക്കൊരു സംശയം, ഉസ്താദ് ഇപ്പോൾ രോഗം വന്നാൽ ഇവിടെയുള്ള പടച്ചവനോട് അള്ളാൻ്റെ രോഗം മാറ്റണമെന്ന് പറഞ്ഞാൽ പോരെ? മതി. ഇനിയിപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയാലും അള്ളാൻ്റെ മുത്തുനബിയുടെ അടുക്കൽ പോയാലും രോഗം മാറ്റുന്നതാരാ? അള്ളാഹു. അവരൊക്കെ കാരണങ്ങളാണ്. മനസ്സിലായ? എൻ്റെ ഉമ്മ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തരുന്നതും ആരുടെ കഴിവ് കൊണ്ടാണ്? അള്ളാൻ്റെ കഴിവ്. അവരിലൂടെ എനിക്ക് ഇഡ്ഡലി തരുന്നത് എൻ്റെ റബ്ബാണ്. അപ്പം എൻ്റെ റബ്ബാണ് എനിക്കെല്ലാം ചെയ്തു തരുന്നത് എന്നുള്ള ബോധ്യത്തിൽ വേണം ഈ ദിക്ർ ഡെയിലി 40 എണ്ണം ചൊല്ലാൻ. ഇശാമരുവിൻ്റെ ഇടയിലായാലും സുബഹി കഴിഞ്ഞ ഉടനെ ആയാലും അൽഹംദുലില്ലാഹ് സെറ്റാണ്. ഇത് സ്വഭാവ ലെയർ കഴിഞ്ഞ ഉടനെ ഒരു 40 എണ്ണം ചൊല്ലുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞേ. മാഷാ അല്ലാ. അല്ലെങ്കിൽ സ്വഭാവ ലെയറിലെ മുത്തുമണികളൊക്കെ അടിപൊളിയാണ് കേട്ടോ. മാഷാ അല്ലാ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വഫാത്തായത് എത്രാമത്തെ വയസ്സിലാണ്? പ്രബലാഭിപ്രായ പ്രകാരം ഒരു 1.5 വയസ്സിനോട് അടുത്ത സമയത്താണ്. കമൻറ്റ് ചെയ്തവർക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ വെറുതെ കമൻറ്റ് ചെയ്ത് പോയാൽ പോരട്ടോ. ലോകത്തെ ഏറ്റവും വലിയ ഒരു അമലെന്താണെന്നറിയോ? മറ്റൊരു മുഅ്മിനിൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കാന്നാണ്. ഇദ്ഖാലു സുറൂർ അലാ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കലാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്വഭാവ ഖൈർ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവരനുഭവിക്കണ പ്രയാസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറാൻ ഇതിങ്ങനെ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് പടച്ചോനെ ഞാൻ തേടിയതാണല്ലോ, ഇതിങ്ങനെ കണ്ടു, ഇത് ചൊല്ലി, അവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അള്ളാഹ് നമ്മളെ നോക്കി ചിരിക്കണം. അള്ളാഹ്ക്ക് സന്തോഷമാണ്, നമ്മൾ അള്ളാഹിൻ്റെ അടിമകളായിട്ട് മാറാണ്. അപ്പോൾ ഒരൊറ്റ സ്വഭാവ ഖൈറും ഷെയർ ചെയ്യാതെ പോകുന്ന ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, ആ ഇബ്രാഹിം റളിയല്ലാഹുവിൻ്റെ ഉമ്മയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഫിസ്മോളുടെ ചാനലിൽ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും കാണണം കേട്ടോ. ഫിസ്മോൾ നിങ്ങളൊക്കെ കാണാൻ കൊതിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുമെങ്കിൽ റസാ വ്ളോഗ്സ് കുടുംബവും അതുപോലെ തന്നെ ഫിസു സ്റ്റൈൽസിൻ്റെ കുടുംബമൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ഒരു ദിവസം നമുക്കൊരു പ്രോഗ്രാമൊക്കെ ആയിട്ട് ഒന്നിക്കണം. വേണ്ടേ അതൊക്കെ? അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറഹീമായ കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാ. ഈ ദിക്ർ പതിവായി ചൊല്ലാൻ തൗഫീക്ക് നൽകണേ അല്ലാ. അതിലൂടെ നിൻ്റെ സ്നേഹം നൽകണേ അല്ലാ. നീയുമായ ഖൽബിയായ ബന്ധം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇണകളെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും എല്ലാ കുഞ്ഞുങ്ങളെയും നീ വിജയിപ്പിക്കണേ അല്ലാ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, വിജയം നൽകണേ അല്ലാ. ജോലിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ നീ ഖൈർ നൽകണേ അല്ലാ. ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വീടില്ല എന്ന ടെൻഷനുള്ളവർ, വീട് നിർമ്മാണത്തെക്കുറിച്ച് അവലാതിപ്പെടുന്നവർ, കടക്കണിയിൽപ്പെട്ടവർ, എല്ലാ ടെൻഷനും ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ വെളിച്ചത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ സ്വർഗീയ ലോകത്ത് നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്ന മുത്തഖീങ്ങളെ നീ ചേർത്ത് പിടിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.